സ്വർണ്ണ കിരീടമായിരിക്കണമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പം ഞാൻ അങ്ങോട്ടൊരു സജഷൻ പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു അതിനകത്തൊന്നും നോക്കണ്ട, നല്ലൊരു തങ്ക കിരീടം മാതാവിന് സമർപ്പിക്കാൻ പറ്റണം എന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. അതാണ് അദ്ദേഹം നമ്മൾ ചെയ്തു കൊടുത്ത് പൂർണ്ണ മനസ്സോടെ വിൽക്കുമായിരുന്നു. അതിൻ്റെ അളവോ കാര്യങ്ങളോ ഒന്നും നോക്കരുത്, ഏറ്റവും ഭംഗിയായ ഒരു കിരീടമെന്ന് മാത്രമാണ് അദ്ദേഹം പറഞ്ഞത്. അല്ല, അദ്ദേഹം എനിക്കിത് ചെയ്യാനായിട്ട് കുറച്ച് സ്വർണം തന്നിരുന്നു. ഞാനത് തൂക്കി നോക്കിയില്ല. ഇതിനുപയോഗിച്ച സ്വർണത്തിൻ്റെ ബാക്കി അദ്ദേഹത്തിന് തന്നെ ഞാൻ തിരിച്ച് കൊടുക്കുമായിരുന്നു. കാരണം ഇതിൻ്റെ ഒരു തൂക്കം അറിയേണ്ടതെന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു. അപ്പം അത് എന്നെ ഏൽപ്പിച്ചതിൻ്റെ ബാക്കി ഞാൻ അദ്ദേഹത്തിന് തിരിച്ചു. നമസ്കാരം. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ എത്തി നിൽക്കുന്നു. എല്ലാ കക്ഷികളും അവരവരുടെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ഇടതുപക്ഷവും വലതുപക്ഷവും BJPയും അവരുടെ സ്ഥാനാർത്ഥികൾ ഏതെല്ലാം മണ്ഡലത്തിൽ ആരൊക്കെ ആയിരിക്കണം എന്നുള്ള തീരുമാനത്തിൽ എത്തിച്ചേർന്നു. മിക്കവാറും മണ്ഡലങ്ങളിലെല്ലാം തന്നെ സ്ഥാനാർത്ഥികൾ അവരവരുടെ പ്രചരണവുമായി മുന്നോട്ട് പോയി കഴിഞ്ഞിരിക്കുന്നു. ഇങ്ങനെ വീറും വാശിയോടുകൂടി തെരഞ്ഞെടുപ്പ് രംഗം സജീവമാകുന്നതിനിടയിലാണ് തൃശ്ശൂരിൽ BJPയുടെ സ്ഥാനാർത്ഥി സുരേഷ് ഗോപി തന്നെ ആയിരിക്കും, അഥവാ സുരേഷ് ഗോപി തന്നെയാണ് എന്നുള്ള പ്രഖ്യാപനം ഉണ്ടായിരിക്കുന്നു. BJPയുടെ കേരളത്തിലെ ഗ്ലാമർ മണ്ഡലം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന, അല്ലെങ്കിൽ A ക്ലാസ് മണ്ഡലം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന മണ്ഡലം തന്നെയാണ് തൃശ്ശൂർ. കഴിഞ്ഞ തവണയും സുരേഷ് ഗോപി തൃശ്ശൂരിൽ നിന്നും നല്ല ഒരു ശതമാനം വോട്ട് നേടിയിട്ടുണ്ടായിരുന്നു. നിസാര വോട്ടിന്റെ ഭൂരിപക്ഷത്തിനാണ് അന്ന് കോൺഗ്രസിലെ സ്ഥാനാർത്ഥിയായ TN പ്രതാപൻ വിജയിച്ചത്. എന്നാൽ ഇക്കുറി സാഹചര്യം മാറി. മണ്ഡലത്തിൽ വോട്ടുകളുടെ എണ്ണത്തിൽ ആനുപാതികമായ വർധനവുണ്ടായിരിക്കുന്നു. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ താൻ പരാജയപ്പെട്ട ആ നാൾ മുതൽ സുരേഷ് ഗോപി മണ്ഡലത്തിൽ കേന്ദ്രീകരിച്ചുകൊണ്ട് പ്രവർത്തനം നടത്തുന്നു. സുരേഷ് ഗോപിയുടെ അശ്രാന്ത പരിശ്രമം ഇക്കുറി തൃശ്ശൂരിൽ നിന്നും സുരേഷ് ഗോപിയെ ലോക്സഭയിലേക്ക് തൃശ്ശൂർ നിവാസികൾ തെരഞ്ഞെടുക്കും എന്ന് തന്നെയാണ് പറയപ്പെടുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അമിത്ഷായും തൃശ്ശൂരിൽ പലവട്ടം വന്നു പോയിരിക്കുന്നു. ഒരു മാസത്തിൽ 2 ആഴ്ചയ്ക്കുള്ളിൽ 2 പ്രാവശ്യമാണ് പ്രധാനമന്ത്രി സുരേഷ് ഗോപിയുടെ ചടങ്ങുകളുമായി ബന്ധപ്പെട്ട് തൃശ്ശൂരിലെത്തിയത്. ഈ 2 വരവിനും തൃശ്ശൂരിൽ നിന്നും സുരേഷ് ഗോപിയെ ഏതു വിധേനയും ജയിപ്പിക്കുക എന്നൊരു ഉദ്ദേശം തന്നെയായിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കുണ്ടായിരുന്നത്. ഒന്ന്, വനിതാ മോർച്ചയുടെ ഉദ്ഘാടനത്തിന് വേണ്ടിയാണ് നരേന്ദ്രമോദി തൃശ്ശൂരിലെത്തിയതെങ്കിൽ രണ്ടാമതൊരു വരവ് വന്നത് സുരേഷ് ഗോപിയുടെ മകളുടെ കല്യാണത്തിൽ സംബന്ധിക്കുവാൻ വേണ്ടി ഗുരുവായൂരിലേക്കായിരുന്നു. ഈ 2 പരിപാടികളും സുരേഷ് ഗോപിക്ക് മാത്രമായി തന്നെയാണ് പ്രധാനമന്ത്രി കേരളത്തിലേക്ക് എത്തിയത് എന്നൊരു സംസാരം തന്നെ ഉണ്ടായിരുന്നു. BJPയുടെ ഔദ്യോഗിക ഭാരവാഹിത്വം ഒന്നും ഇല്ലാതിരുന്നിട്ട് പോലും തൃശ്ശൂരിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്തിയ റോഡ് ഷോയിൽ BJPയുടെ സംസ്ഥാന അധ്യക്ഷനും വനിതാ മോർച്ചയുടെ സംസ്ഥാന അധ്യക്ഷയായ നിവേദിതയ്ക്കും പുറമെ പ്രധാനമന്ത്രിയുടെ തുറന്ന വാഹനത്തിൽ റോഡ് ഷോയിൽ പങ്കെടുത്തത് സുരേഷ് ഗോപി മാത്രമായിരുന്നു എന്നുള്ളതാണ് ഏറെ എടുത്തു പറയേണ്ട വസ്തുത. അതായത് ഇതിലൂടെ തൃശ്ശൂർ നിവാസികൾക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നൽകിയ സന്ദേശം അല്ലെങ്കിൽ ആഹ്വാനം, സുരേഷ് ഗോപി എൻ്റെ ആളാണ്, അദ്ദേഹത്തെ ഏതു വിധേനയും ലോക്സഭയിലേക്ക് തെരഞ്ഞെടുത്ത് അയക്കണം എന്ന വ്യക്തമായ സന്ദേശം തന്നെയാണ് നരേന്ദ്രമോദി തൃശ്ശൂർ നിവാസികൾക്ക് നൽകിയത് എന്നുള്ളത് തന്നെയാണ് ഇതിലൂടെ വിവക്ഷിക്കപ്പെടുന്നത്. അതിനുശേഷം നരേന്ദ്രമോദി പിന്നീട് പങ്കെടുത്ത ചടങ്ങ് ഗുരുവായൂരിൽ സുരേഷ് ഗോപിയുടെ മകളുടെ കല്യാണത്തിനായിരുന്നു. തൃശ്ശൂരിൽ മണ്ഡല തലം മുതൽ ബൂത്ത് തലം മുതൽ സുരേഷ് ഗോപിക്ക് വേണ്ടിയുള്ള പ്രചരണങ്ങൾ ആരംഭിച്ചിരിക്കുന്നു. നിലവിലെ MP ആയ UDFിലെ കോൺഗ്രസിലെ സ്ഥാനാർത്ഥിയായ TN പ്രതാപനും ഏറെ മുന്നോട്ട് പോയി കഴിഞ്ഞിരിക്കുന്നു. ഇടതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥിയായി CPIയുടെ മുൻ മന്ത്രി കൂടിയായ സുനിൽ കുമാറാണ് മത്സരിക്കുന്നത്. തീർത്തും ത്രികോണ മത്സരം തന്നെയാണ് തൃശ്ശൂരിൽ നടക്കുന്നത് എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകരും ചൂണ്ടിക്കാണിക്കുന്നത്. എന്നാൽ സുരേഷ് ഗോപി രാഷ്ട്രീയമായി വളരെയധികം വെല്ലുവിളി നേരിടുന്ന ഒരു സാഹചര്യം തന്നെയാണ് ഇത്. കോഴിക്കോട് ഒരു മാധ്യമപ്രവർത്തകയുമായി സംസാരിക്കുന്ന അവസരത്തിൽ ഷിത ജഗത്ത് എന്ന മാധ്യമപ്രവർത്തകരുടെ തോളിൽ കൈവച്ചുകൊണ്ട് സുരേഷ് ഗോപി സംസാരിച്ചതിനെതിരെ അവർ മാനനഷ്ടത്തിന് കേസ് കൊടുക്കുകയുണ്ടായി. കോഴിക്കോട് നടക്കാവ് പോലീസ് സ്റ്റേഷനിലായിരുന്നു അവർ സുരേഷ് ഗോപിക്കെതിരെ തന്നെ മാനസികമായും ശാരീരികമായും പീഡിപ്പിക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി തന്നെയായിരുന്നു സുരേഷ് ഗോപി തന്റെ ചുമലിൽ കൈവച്ചുകൊണ്ട് സംസാരിച്ചത് എന്ന അർത്ഥത്തിൽ ആ രീതിയിൽ തന്നെയാണ് ഷിത ജഗത്ത് സുരേഷ് ഗോപിക്കെതിരെ മാനനഷ്ടത്തിന് കേസ് കൊടുത്തത്. IPC 354 പ്രകാരം തന്നെയാണ് സുരേഷ് ഗോപിക്കെതിരെ അന്ന് പോലീസ് കേസ് ചാർജ് ചെയ്തത്. ഈ കേസിൽ സുരേഷ് ഗോപി ഹൈക്കോടതിയിൽ നിന്നും ജാമ്യം നേടി നടക്കുന്നു. എന്നാൽ ഹൈക്കോടതിയുടെ ജാമ്യത്തിന്റെ കാലാവധി
തീരാറായിരിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. എന്നാൽ അന്ന് സുരേഷ് ഗോപിക്കെതിരെ കൊടുത്തിരുന്ന കേസ് വീണ്ടും പൊടിതട്ടി പോലീസ് എടുത്തിരിക്കുന്നു. ആ കേസിൽ വീണ്ടും സുരേഷ് ഗോപിക്കെതിരെ കൂടുതൽ ശക്തമായ വകുപ്പുകൾ ചേർത്ത് കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നു എന്നുള്ളതാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ അറിയാൻ സാധിച്ചിരിക്കുന്നത്. അതായത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഏത് വിധേനയും സുരേഷ് ഗോപിയെ തറ പറ്റിക്കുക എന്നുള്ള പിണറായി വിജയന്റെ ഗൂഢതന്ത്രങ്ങൾ തന്നെയാണ് ഇതിനു പുറകിൽ വീണ്ടും പ്രവർത്തിച്ചിരിക്കുന്നത് എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ ചൂണ്ടിക്കാണിക്കുന്നത്. ഇത്തരം വിവാദത്തിൽപ്പെട്ട് സുരേഷ് ഗോപി നെട്ടോട്ടമോടുമ്പോൾ തന്നെയാണ് ഇപ്പോൾ പുതിയൊരു വിവാദം കൂടി പൊട്ടിമുളച്ചിരിക്കുന്നത്. മകളുടെ കല്യാണത്തിന് മുന്നോടിയായി സുരേഷ് ഗോപി തൃശൂർ ലൂർദ് മാതാവിന്റെ പള്ളിയിൽ ലൂർദ് മാതാവിന് ഒരു സ്വർണ്ണ കിരീടം സമർപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഈ ചടങ്ങ് അന്ന് കേരളത്തിലെ ഉൾപ്പെടെ എല്ലാ മാധ്യമങ്ങളും വളരെ പ്രാധാന്യത്തോടു കൂടി റിപ്പോർട്ട് ചെയ്തിരുന്നതാണ്. ഞങ്ങളും ഈ വാർത്ത ജനങ്ങളിലേക്ക് എത്തിച്ചിരുന്നു. എന്നാൽ സുരേഷ് ഗോപി തന്റെ മകളും തന്റെ കുടുംബസമേതമൊത്ത് തൃശൂർ ലൂർദ് മാതാവിന് സ്വർണ്ണ കിരീടം സമർപ്പിക്കുന്ന വേളയിൽ ഈ കിരീടം മാതാവിന്റെ തലയിൽ നിന്ന് താഴെ വീഴുകയും ഇതും വളരെ വാർത്താ പ്രാധാന്യത്തോടു കൂടി തന്നെ മാധ്യമങ്ങൾ പ്രചരിപ്പിക്കുകയുണ്ടായി. എന്നാൽ ഈ സ്വർണ്ണ കിരീടം താഴെ തട്ടിയിട്ടത് കൈരളിയുടെ ക്യാമറമാനാണ് എന്ന് BJP പ്രവർത്തകരും തിരിച്ചടിക്കുകയുണ്ടായി. അതെന്ത് തന്നെയായാലും സുരേഷ് ഗോപി ലൂർദ് മാതാവിന് സമർപ്പിച്ചത് സ്വർണ്ണ കിരീടമല്ല എന്നുള്ള ഒരു ആരോപണമാണ്, അല്ലെങ്കിൽ അത്തരത്തിൽ ഒരു കിംവദന്തിയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലടക്കം വൈറലായിക്കൊണ്ടിരിക്കുന്നത്. ഇതിന് പുറകിൽ കൃത്യമായും സുരേഷ് ഗോപിയുടെ രാഷ്ട്രീയ പ്രതിയോഗികളാണ് എന്നുള്ളതാണ് ഏറെ വിചിത്രമായ വസ്തുത, എടുത്തു പറയേണ്ട വസ്തുത. 916 കാരറ്റ് സ്വർണത്തിൽ താൻ നിർമ്മിച്ച് ലൂർദ് മാതാവിന് ഇത്ര പവന്റെ ഒരു സ്വർണ്ണ കിരീടം നൽകുന്നു എന്ന് സുരേഷ് ഗോപി എവിടെയും പറഞ്ഞിട്ടില്ല. മിക്കവാറും പള്ളികളിലോ അല്ലെങ്കിൽ ക്ഷേത്രങ്ങളിലോ എല്ലാം സമർപ്പിക്കപ്പെടുന്ന ഇത്തരം സ്വർണ്ണ കിരീടങ്ങളോ അല്ലെങ്കിൽ സ്വർണ്ണ പൂജാപാത്രങ്ങളോ എല്ലാം മിക്കവാറും സ്വർണം പൂശിയതായിരിക്കും എന്നുള്ളതാണ് പലപ്പോഴും കണ്ടറിഞ്ഞിട്ടുള്ള വസ്തുത. എന്നാൽ സുരേഷ് ഗോപി നൽകിയത് യഥാർത്ഥത്തിൽ സ്വർണ്ണ കിരീടമാണോ അല്ലയോ എന്നുള്ളത് ഇനിയും സ്ഥിരീകരിക്കപ്പെട്ടിട്ടില്ല. എന്നാൽ സുരേഷ് ഗോപിയുടെ ഭാഗത്തു നിന്നും താൻ നൽകിയിരിക്കുന്നത് തനി തങ്കത്തിൽ നിർത്ത സ്വർണ്ണ കിരീടമാണോ എന്നുള്ളത് ഇതുവരെയും ഒരു സ്ഥിരീകരണം വന്നിട്ടുമില്ല. എന്നാൽ താൻ നൽകിയത് ചെമ്പിൽ സ്വർണം പൂശിയ കിരീടമാണ് എന്ന് സുരേഷ് ഗോപിയോ അല്ലെങ്കിൽ സുരേഷ് ഗോപിയുടെ വക്താക്കളോ ഇതുവരെയും പറഞ്ഞിട്ടുമില്ല. കേൾക്കുന്നതെല്ലാം അഭ്യൂഹങ്ങൾ മാത്രമാണ്, അല്ലെങ്കിൽ കിംവദന്തികൾ മാത്രമാണ് എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത്. ഇതിനെല്ലാം പുറകിൽ പ്രവർത്തിച്ചിരിക്കുന്നത് സുരേഷ് ഗോപിയുടെ രാഷ്ട്രീയ പ്രതിയോഗികൾ തന്നെയാണ്. ഏത് വിധേനയും 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സുരേഷ് ഗോപിയെ തറപ്പറ്റിക്കുക എന്നുള്ള രാഷ്ട്രീയ പ്രതിയോഗികളുടെ ഗൂഢതന്ത്രമാണ് ഇതിന് പുറകിൽ പ്രവർത്തിച്ചിരിക്കുന്നത് എന്നാണ് സുരേഷ് ഗോപിയുടെ അടുത്ത വൃത്തങ്ങൾ ഇപ്പോൾ സൂചിപ്പിക്കുന്നത്. തൃശൂർ ലൂർദ് മാതാ പള്ളിയുടെ അധികൃതരുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞപ്പോൾ ഒരു കാരണവശാലും ഈ കിരീടം, അതായത് സുരേഷ് ഗോപി മാതാവിന് നിർമ്മിച്ച് നൽകിയിരിക്കുന്ന കിരീടം തങ്കമാണോ അല്ലെങ്കിൽ ചെമ്പിൽ സ്വർണം പൂശിയതാണോ എന്നുള്ള സ്ഥിരീകരണം ലൂർദ് പള്ളിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല. എന്നാൽ ലൂർദ് പള്ളി ഇടവകയിൽപ്പെട്ട ഒരു വനിത, അദ്ദേഹം കോൺഗ്രസ് പ്രവർത്തകയുടെയാണ്, അവരുടെ പേര് വെളിപ്പെടുത്തുന്നില്ല, അവർ പള്ളിക്ക് ഒരു അപേക്ഷ കൊടുക്കുകയുണ്ടായി. സുരേഷ് ഗോപി ലൂർദ് മാതാവിന് സമർപ്പിച്ചിരിക്കുന്ന സ്വർണ്ണ കിരീടത്തിൽ 3/4 ഭാഗവും ചെമ്പ് തന്നെയാണ് എന്നുള്ളൊരു ആരോപണം ഉയർന്നിരിക്കുന്ന ഈ സാഹചര്യത്തിൽ, അല്ലെങ്കിൽ പള്ളി ഇടവക വിശ്വാസികളിൽ ഇത്തരത്തിൽ ഒരു അഭിപ്രായ ഭിന്നത ഉടലെടുത്തിരിക്കുന്നതിനാൽ ലൂർദ് പള്ളിയുടെ അധികൃതർ ഇടപെട്ട് സുരേഷ് ഗോപി സമർപ്പിച്ചിരിക്കുന്ന സ്വർണ്ണ കിരീടത്തിൽ എത്ര ശതമാനം സ്വർണം ഉണ്ട് എന്നുള്ളത് നിജപ്പെടുത്തണം, അത് സ്ഥിരീകരിക്കണം എന്ന അപേക്ഷയാണ് കോൺഗ്രസ് പ്രവർത്തക കൂടിയായ ഈ ഇടവക പള്ളിയിലെ ഒരു വിശ്വാസി നൽകിയിരിക്കുന്ന അപേക്ഷ. ഇത് പ്രകാരം പള്ളിയുടെ ഭാഗത്തു നിന്നും ഏത് തരത്തിലുള്ള നടപടികളാണ് ഉണ്ടാവുക എന്നുള്ളത് ഇതുവരെയും പുറത്തു വന്നിട്ടില്ല. പള്ളി ഇടവക അധികാരികളും പള്ളി കമ്മിറ്റി അംഗങ്ങളും കൂടി ലൂർദ് മാതാവിന് ലഭിച്ചിരിക്കുന്ന സ്വർണ്ണ കിരീടം അതിൽ എത്ര കണ്ട് സ്വർണത്തിന്റെ അംശമുണ്ടെന്ന് പരിശോധിക്കപ്പെട്ടാൽ മാത്രമേ ഇതിൽ എത്ര കണ്ട് സ്വർണമുണ്ട്, എത്ര കണ്ട് ചെമ്പുണ്ട് എന്നുള്ളത് അറിയാൻ സാധിക്കൂ എന്നുള്ളത് തന്നെയാണ് എടുത്തു പറയേണ്ട വസ്തുത. എന്തായാലും സ്വർണ്ണക്കിരീടം സമർപ്പിച്ച അന്ന് മുതൽ തന്നെ സുരേഷ് ഗോപിക്കെതിരെ സുരേഷ് ഗോപിയുടെ രാഷ്ട്രീയ പ്രതിയോഗികൾ ഇത് ഒരു വജ്രായുധമായി ഉപയോഗിക്കുകയുണ്ടായിരുന്നു. ഇപ്പോൾ സ്വർണ്ണക്കിരീടമല്ല സുരേഷ് ഗോപി സമർപ്പിച്ചിരിക്കുന്നത്, അത് ചെമ്പിൽ സ്വർണം പൂശിയതാണ് എന്നുള്ളതാണ് ഇപ്പോൾ അറിയപ്പെടുന്നത്. എന്തായാലും ഇത്തരം ഒരു ആരോപണത്തിന് സുരേഷ് ഗോപിയോ സുരേഷ് ഗോപിയോട് അടുത്ത വൃത്തങ്ങളോ മറുപടി നൽകിയിട്ടില്ല എന്നുള്ളതും ശ്രദ്ധേയം തന്നെയാണ്. ശബരിമല ശ്രീധർമ്മശാസ്താവിന്റെ ക്ഷേത്രത്തിൽ അവിടെ ശ്രീകോവിൽ സ്വർണം പൊതിയുന്ന ഒരു ചടങ്ങ് വർഷങ്ങൾക്ക് മുമ്പ് നടക്കുകയുണ്ടായി. ഈ സ്വർണം പൊതിയിൽ ചടങ്ങും ഇങ്ങനെ തന്നെയാണ് നിർവഹിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. അതായത് ചെമ്പോല പാകി ഈ ചെമ്പോലയിൽ സ്വർണം പൂശി തന്നെയാണ് സമർപ്പിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് അറിയാൻ സാധിച്ചിരിക്കുന്നത്. മിക്കവാറും സ്വർണ്ണ കവചിതമായിട്ടുള്ള ഇത്തരം നിർമ്മിതികളിലെല്ലാം ചെമ്പിന്റെ നല്ലൊരു ഭാഗം ഉണ്ടായിരിക്കും എന്നുള്ളത് തന്നെയാണ് ആ രംഗത്ത് പ്രവർത്തിക്കുന്ന വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നത്. എന്നാൽ സുരേഷ് ഗോപി തൃശൂർ ലൂർദ് മാതാവിന് സമർപ്പിച്ചിരിക്കുന്ന സ്വർണ്ണ കിരീടത്തിൽ സ്വർണത്തിന്റെ അളവെത്ര, ചെമ്പിന്റെ അളവെത്ര എന്നത് ഇനിയും കണ്ടെത്തേണ്ടി
ചെയ്യേണ്ടിയിരിക്കുന്നു. എന്നാൽ ഇപ്പോൾ ഇത്തരത്തിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പ് പടിവാതിക്കൽ എത്തിയിരിക്കുന്ന ഈ സന്ദർഭത്തിൽ സുരേഷ് ഗോപി നൽകിയിരിക്കുന്ന സ്വർണ്ണ കിരീടത്തിലെ സ്വർണത്തിന്റെ അളവ് പരിശോധിച്ചുകൊണ്ടുള്ള അല്ലെങ്കിൽ അതിന്റെ സ്വർണത്തിന്റെ അളവ് എത്ര കൊണ്ടുണ്ട് എന്ന് അന്വേഷിച്ചുകൊണ്ടുള്ള ഈ ആരോപണങ്ങളെല്ലാം രാഷ്ട്രീയ പ്രേരിതം തന്നെയാണ് എന്നുള്ളതാണ് സാധാരണ ജനങ്ങളും ഇപ്പോൾ കണക്കിലെടുക്കുന്നത്. എന്തായാലും തൃശൂർ ഇടവക സുരേഷ് ഗോപി നൽകിയിരിക്കുന്ന ലൂർദ് മാതാവിന്റെ സ്വർണ്ണ കിരീടം ഇപ്പോൾ അതിൽ എത്ര കണ്ട് സ്വർണ്ണമുണ്ട് എന്ന് പരിശോധിക്കുവാൻ വേണ്ടി തീരുമാനമെടുത്തിരിക്കുന്നു എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത്. എന്തായാലും സുരേഷ് ഗോപി താൻ നൽകിയിരിക്കുന്നത് ഇത്ര തൂക്കം പവൻ സ്വർണത്തിന്റെ കിരീടമാണ് എന്ന് എവിടെയും പറഞ്ഞിട്ടില്ല. അതിനാൽ തന്നെ സുരേഷ് ഗോപി നൽകിയിരിക്കുന്ന സ്വർണ്ണ കിരീടത്തിൽ ചെമ്പിന്റെ അംശം കണ്ടെത്തി കഴിഞ്ഞാൽ അദ്ദേഹം ഒരു കാരണവശാലും ലൂർദ് മാതാവിന് സ്വർണ്ണ കിരീടം എന്ന പേരിൽ ചെമ്പിന്റെ വ്യാജ കിരീടം ഉണ്ടാക്കി അതിൽ സ്വർണ്ണം പൂശി നൽകിയതാണ് എന്ന് ആരോപിക്കാനും സാധിക്കില്ല. സാധാരണ ഇത്തരം പൂജാദ്രവ്യങ്ങളോ പൂജാ പാത്രങ്ങളോ എല്ലാം ക്ഷേത്രങ്ങളിലോ പള്ളികളിലോ സമർപ്പിക്കപ്പെടുമ്പോൾ അത് സ്വർണം പൊതിഞ്ഞിട്ടാണ് നൽകുന്നതെങ്കിൽ അതിനടിയിൽ തീർച്ചയായും ചെമ്പിൽ നിർമ്മിച്ചുകൊണ്ട് സ്വർണത്തിന്റെ അംശം കൂട്ടി സ്വർണം പൊതിഞ്ഞ് തന്നെയാണ് നൽകുക എന്നുള്ളതാണ് ഈ രംഗത്ത് പ്രവർത്തിക്കുന്ന പൂശാരിമാർ എന്ന് പറയുന്ന വിദഗ്ധർ സൂചിപ്പിക്കുന്നത്. ഈ വീഡിയോയുടെ ആമുഖത്തിൽ ഈ സ്വർണ്ണ കിരീടം ലൂർദ് മാതാവിന് വേണ്ടി പണിഞ്ഞ പൂശാരിയുടെ സംഭാഷണം നമ്മൾ കേട്ടിട്ടുണ്ടായിരുന്നു. അദ്ദേഹം ഇതിന്റെ നിജസ്ഥിതിയാണ് വെളിപ്പെടുത്തിയത്. എന്നാൽ ഇതിൽ എത്ര കണ്ട് സ്വർണമുണ്ട് എത്ര കണ്ട് ചെമ്പുണ്ട് എന്നുള്ളത് അദ്ദേഹം വെളിപ്പെടുത്തിയിട്ടില്ല. സുരേഷ് ഗോപി മാതാവിന് സമർപ്പിച്ചിരിക്കുന്ന കിരീടം യഥാവിധി സ്വർണത്തിൽ തന്നെ തീർത്തതാണ്. സ്വർണ്ണ കിരീടം നിർമ്മിക്കുമ്പോൾ അതിൽ ചെമ്പിന്റെ അംശം എത്ര കണ്ട് ഉണ്ടാകും എന്നുള്ളതെല്ലാം ഇനി പരിശോധിക്കപ്പെടേണ്ടത് തന്നെയാണ്. എന്തായാലും സുരേഷ് ഗോപി ലൂർദ് മാതാവിനെയോ പള്ളി അധികൃതരെയോ ഒരു കാരണവശാലും ഇക്കാര്യത്തിൽ കബളിപ്പിച്ചിട്ടില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം ഇത്ര പവന്റെ സ്വർണ്ണ കിരീടം താൻ ലൂർദ് മാതാവിന് സമർപ്പിക്കുന്നു എന്ന് ഒരു കാരണവശാലും സുരേഷ് ഗോപി എവിടെയും പറഞ്ഞിട്ടില്ല. പിന്നെ എന്തുകൊണ്ടാണ് ഇതിപ്പോൾ ഇത്രയും വിവാദമാക്കുന്നത് എന്നുള്ള ചോദ്യം ഉയരുമ്പോൾ അതിന് ഒറ്റ ഉത്തരമേ ലഭിക്കുന്നുള്ളൂ. വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സുരേഷ് ഗോപിയെ ഏത് വിധേനയും തോൽപ്പിക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി അല്ലെങ്കിൽ അദ്ദേഹത്തെ താറടിച്ച് കാണിക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ പ്രതിയോഗികൾ നടത്തുന്ന നാടകത്തിന്റെ ഭാഗം മാത്രമാണ് ഇത്. ഇപ്പോൾ ഈ സ്വർണ്ണ കിരീടം പൊങ്ങി വന്നിരിക്കുന്നതും അതുപോലെ തന്നെ ഷിതാ ജഗത്തിന്റെ കേസ് പൊടിതട്ടി വീണ്ടും കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നതുമെല്ലാം ഇതിന്റെ ഭാഗം തന്നെയാണ് എന്നുള്ളതാണ് കേരളത്തിൽ അരിയാഹാരം കഴിക്കുന്ന ആളുകൾക്കെല്ലാം മനസ്സിലാക്കാൻ സാധിക്കുന്ന കാര്യം. എന്തായാലും ലൂർദ് മാതാവിന്റെ കിരീടത്തിൽ എത്ര കണ്ട് സ്വർണമുണ്ട് എത്ര കണ്ട് ചെമ്പുണ്ട് എന്നുള്ള പരിശോധനയ്ക്ക് തയ്യാറെടുക്കുകയാണ് ലൂർദ് പള്ളി അധികൃതർ. ഈ പരിശോധനയ്ക്ക് ശേഷം നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും മാതാവിന്റെ സ്വർണ്ണ കിരീടത്തിൽ എത്ര കണ്ട് സ്വർണമുണ്ട് എത്ര കണ്ട് ചെമ്പുണ്ട്. ഇതിലെ ചെമ്പ് തെളിയാൻ ഇനിയും നമ്മൾ കാത്തിരിക്കേണ്ടി വരും എന്ന് തന്നെയാണ് അറിയാൻ കഴിയുന്നത്.